ഫാമിലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിൽ നമ്മൾ പ്രിസർവേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. എക്സ്പ്രഷൻസ് ടു ഡിറ്റർമിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നോർമാലിറ്റി, മൊളാരിറ്റി എന്നിവയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് നോർമാലിറ്റി, മൊളാരിറ്റി എന്നിവ. അത് വെച്ച് നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ സാധ്യമാക്കാം. അപ്പോൾ എന്താണ് നോർമാലിറ്റി, എന്താണ് മൊളാരിറ്റി എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോർമാലിറ്റി എന്താണെന്ന് നോക്കാം. നോർമാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സൊല്യൂട്ടിലെ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഡിവൈഡഡ് ബൈ ആ സൊല്യൂഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന നമ്പർ ഓഫ് ലിറ്റർ. അതായത് നോർമാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ. നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ കൊണ്ട് ആ സൊല്യൂട്ടിലെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോർമാലിറ്റി ലഭിക്കും. നോർമാലിറ്റീനെ ക്യാപിറ്റൽ N എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നോർമാലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. മാസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ഇക്വലൻ മാസ്. അതായത് ഒരു സൊല്യൂഷനിലെ മാസ് പെർ ലിറ്റർ എടുത്തിട്ട് അതിനെ ഇക്വലൻ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇക്വലൻസ് മാസൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓരോ ഇപ്പം NaOHൻ്റെ ആണെങ്കിൽ 40, അതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും ഇക്വലൻ മാസ് പഠിച്ചു വെച്ചേക്കണം. ഒരു കുറച്ച് എലമെൻസിൻ്റെയെങ്കിലും ഇക്വലൻ മാസ് പഠിച്ചു വെച്ചേക്കണം. ഇത് വെച്ച് നമുക്ക് കുറേ പ്രോബ്ലമൊക്കെ ചോദിക്കും. നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് നമ്മൾ നോർമാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് 3 ടേംസ് പഠിക്കാനുണ്ട്. നോർമൽ സൊല്യൂഷൻ, ഡെസി നോർമൽ സൊല്യൂഷൻ ആൻഡ് സെൻറ്റി നോർമൽ സൊല്യൂഷൻ. ഇതെന്താണെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക്, കാരണം കണക്കിൽ പല തരത്തിൽ ചോദിക്കുമല്ലോ, അപ്പോൾ ഓരോന്നും പഠിച്ചിരിക്കണം. നോർമൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? അതായത് ഒരു സൊല്യൂഷനിൽ 1 ഗ്രാം ഇക്വലൻ ഓഫ് ഡിസോൾവ്ഡ് സൊല്യൂട്ടേ കാണുള്ളൂ. അതായത് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ 1 ഗ്രാം ഇക്വലൻ സൊല്യൂട്ടായിരിക്കും ഡിസോൾവ് ആയിരിക്കുന്നത്. എന്താണ്? എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 gram equivalent of the dissolved solute per liter of the solution is called a normal solution. 1N എന്ന് പറയും. 1 ഗ്രാം ഇക്വലൻറ്റ് മാസ്. അത് ഓർത്ത് വയ്ക്കണം. നമ്മളെടുക്കുന്ന ലിറ്ററിൽ 1 ഗ്രാം, അതായത് 1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഓക്കെ, 1 നോർമൽ എന്ന് അതിനെയാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഡെസി നോർമൽ? ഡെസി നോർമലിനെ ഡിനോട്ട് ചെയ്യുന്നത് 0.1N എന്നാണ്. നമുക്ക് നമ്മൾ നോർമൽ സൊല്യൂഷൻ വന്നപ്പോൾ എത്ര ഗ്രാം ഇക്വലൻ മാസ് സൊല്യൂട്ട് എടുത്ത്? 1 ഗ്രാം ഓഫ് ഡിസോൾവ്ഡ് സൊല്യൂട്ട് എടുത്തല്ലേ? 1 ഗ്രാം ഇക്വലൻ സൊല്യൂട്ടിനെ നമ്മൾ പെർ ലിറ്ററിലോട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഡെസി നോർമൽ ആകുമ്പോൾ നമ്മുടെ പെർ ലിറ്ററിലേക്ക് 0.1 ഗ്രാം ഇക്വലൻ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കും അല്ലേ? അപ്പോൾ 0.1 ഗ്രാം ഇക്വലൻ സൊല്യൂട്ട് എടുത്തിട്ട് നമ്മുടെ ലിറ്ററിലേക്ക് ഇതിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കും. നമ്മളെ സൊല്യൂഷൻ കണ്ടെയ്ൻ ചെയ്തേക്കുന്നതിലോട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കും. അപ്പോൾ 0.1 ഗ്രാം ഇക്വലൻ സൊല്യൂട്ട് അവിടെ പ്രസൻ്റ് ആണെങ്കിൽ അത് ഡെസി നോർമലാണെന്ന് ഉദ്ദേശിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇനി സെൻറ്റി നോർമൽ എന്ന് പറയുമ്പോൾ 0.01 നോർമൽ. അപ്പോൾ അവിടെ എങ്ങനെ വരും? നമുക്ക് 1 നോർമൽ എന്ന് പറഞ്ഞപ്പോൾ നോർമൽ സൊല്യൂഷനെ 1 നോർമൽ എന്ന് ഡിനോട്ട് ചെയ്തു. അവിടെ 1 ഗ്രാം ഇക്വലൻ ഡിസോൾവ്ഡ് സൊല്യൂട്ട് എടുത്തു. ഡെസി നോർമൽ വന്നപ്പോൾ 0.1N ആയി. അവിടെ നമ്മൾ 0.1 ഗ്രാം ഇക്വലൻ്റ് ഡിസോൾവ്ഡ് സൊല്യൂട്ട് എടുത്തു. അപ്പോൾ ഇവിടെ സെൻറ്റി നോർമൽ വന്നപ്പോൾ 0.01 മീൻസ് യെസ് 0.01 ഗ്രാം ഇക്വലൻ്റ് ഡിസോൾവ്ഡ് സൊല്യൂട്ടാണ് നമ്മളിവിടുത്തെ സൊല്യൂഷനിൽ ലയിപ്പിച്ചത്. ഓക്കെ, നമ്മളിവിടെ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ 0.01 ഗ്രാം ഇക്വലൻ സൊല്യൂട്ട് എടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 3 ടേമും വന്നേക്കുന്നത് നമ്മളെടുത്ത സൊല്യൂട്ടിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ 1 ഗ്രാം ഇക്വലൻ സൊല്യൂട്ടാണ് എടുത്തതെങ്കിൽ അത് നോർമൽ സൊല്യൂഷൻ. 0.01 ഗ്രാം എടുത്താൽ ഡെസി നോർമൽ. 0.001 എടുത്തപ്പോൾ സെൻറ്റി നോർമൽ. നമ്മളെ ഇക്വേഷൻ നമ്മൾ കൂടുതലായി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? നോർമാലിറ്റി ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലൻ മാസ് എന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം, കാരണം ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്കുകളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലൻ മാസ്.
അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടേമും കൂടെ നോക്കിയിട്ട് കണക്കിലേക്കൊക്കെ വരാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ടേം ഏതാ? മൊളാരിറ്റി. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് 2 സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന് നോർമാലിറ്റിയും മറ്റൊന്ന് മൊളാരിറ്റിയും. നോർമാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞു, നോർമാലിറ്റിയിൽ വരുന്ന എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പോകാനുള്ളത് മൊളാരിറ്റിയിലേക്കാണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകാതെ നോക്കിക്കൊള്ളണം. ഇക്വേഷനൊക്കെ എഴുതി പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ മൊളാരിറ്റി എന്നാണ് നമ്മൾ നോക്കുന്നത്. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. അപ്പുറത്ത് നമ്മൾ എന്താ പഠിച്ചത്? ഈക്വലൻ്റ് ഗ്രാം ഓഫ് സൊല്യൂട്ട്. ഇവിടെ ഏതാ? നമ്പർ ഓഫ് മോൾസ് ആണ്. എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊളാരിറ്റിക്കും 2 ഇക്വേഷനുണ്ട്. അപ്പോൾ മൊളാരിറ്റിയുടെ ഇക്വേഷൻ നോക്കാം. മൊളാരിറ്റി M = നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ. എന്താ? നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്മുടെ സൊല്യൂട്ടിലുള്ള നമ്പർ ഓഫ് ഗ്രാം മോൾസിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ എത്ര ലിറ്റർ സൊല്യൂഷൻ കണ്ടെയ്ൻ ചെയ്തോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രാം മോളിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ എത്തും മുമ്പ് ഇതിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ കോറിലേഷൻ നോക്കാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വോളിയോമെട്രിക് അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് മാത്തമെറ്റിക്കൽ കോറിലേഷൻസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. അപ്പോൾ നമ്മൾ പഠിച്ചു നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷനാണ് മൊളാരിറ്റി. അതിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടാൻ എളുപ്പമാണല്ലേ. ആ നമ്പർ ഓഫ് ഗ്രാം മോൾസിനെ അവിടെ ഇട്ടിട്ട് നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷന് മൊളാരിറ്റിയുടെ അടുത്തോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. ലിറ്ററിലുള്ള വോളിയം ഗുണം മൊളാരിറ്റി. അത് ചെയ്യുമ്പോൾ നമുക്ക് ആ സൊല്യൂട്ടിലുള്ള നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി നമ്പർ ഓഫ് മില്ലി മോൾസ് ഓഫ് സൊല്യൂട്ടാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ മില്ലി മോൾസാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? അതും ഈസിയാണ്. മൊളാരിറ്റിയുടെ കൂടെ വോളിയം ഇൻ മില്ലി ലിറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമ്പർ ഓഫ് മില്ലി മോൾസ് ഓഫ് സൊല്യൂട്ടാണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് മൊളാരിറ്റിക്ക് മറ്റൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. മൊളാരിറ്റി M = മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്മൾ നോർമാലിറ്റിക്ക് എന്താ പഠിച്ചേ? മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് മാസ്. നോർമാലിറ്റിക്ക് മൊളാരിറ്റി വരുമ്പോൾ എന്താവും? മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഓക്കെ, ഇത് കൺഫ്യൂഷൻ വരരുത്. ഇക്വലൻ്റ് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോർമാലിറ്റിയും മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൊളാരിറ്റിയും കിട്ടും. നമുക്കിനി ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. നോർമാലിറ്റി മൊളാരിറ്റി യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇനി നമ്മൾ നോർമാലിറ്റിയും മൊളാരിറ്റിയും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് മാത്തമെറ്റിക്സാണ് നോക്കാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എഴുതേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോർമാലിറ്റിയുടെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നോർമാലിറ്റി ഓഫ് 10% സൊല്യൂഷൻ ഓഫ് NaOH. 10% NaOH സൊല്യൂഷൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്ത് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഇക്വേഷൻ എടുത്തെഴുതണം. നോർമാലിറ്റി ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് മാസ്. ഇവിടെ നമുക്ക് 10% എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം 10/100% ഓഫ് NaOH ആണ്. നമുക്കവിടെ NaOHൻ്റെ മാസ് പെർ ലിറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? 10/100 ഇൻറ്റു 1000 എടുക്കണം. നമ്മൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1000 എടുക്കണം. അപ്പോൾ നമുക്ക് ആൻസർ 100 കിട്ടും. തീർന്നിട്ടില്ല, മാസ് പെർ ലിറ്റർ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എല്ലാത്തിൻ്റെ ഇക്വലൻ്റ് മാസ് നമ്മൾ പഠിച്ചു വച്ചേക്കണം. കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എക്സാമിന് ഈസി ആയിരിക്കും. അപ്പോൾ NaOHൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത് 40 ആണ്.
അപ്പോൾ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ 100 ഡിവൈഡഡ് ബൈ 14, ആൻസർ 2.5 നോർമലിന് കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ തന്നെ ആൻസർ കിട്ടുന്നതെന്ന്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സ്ട്രെങ്ത് ഓഫ് KOH സൊല്യൂഷൻ ഈസ് 10 gram per dm³. വാട്ട് ഈസ് ഇറ്റ്സ് നോർമാലിറ്റി? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിട്ടുണ്ട് മാസ് പെർ ലിറ്ററും തന്നിട്ടുണ്ട്. ഇക്വലൻ്റ് മാസ് നമുക്ക് അറിയാം KOHൻ്റെ 56 ആണെന്ന്. ഇക്വേഷനിലിട്ട് കൊടുക്കുമ്പോൾ 10/56 എന്ന് കിട്ടും. 0.178 നോർമലിന് കിട്ടും. ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. കുറച്ച് ടഫായിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹൗ വുഡ് യു പ്രിപ്പയർ 2 liter ഓഫ് 0.5 നോർമൽ H2SO4 സൊല്യൂഷൻ? പ്രിപ്പയർ ചെയ്യാനൊക്കെ ചോദിച്ചേക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇവിടെ നമുക്ക് നോർമാലിറ്റിയാണ് നേരിട്ട് തന്നിരിക്കുന്നത്. നോർമാലിറ്റി ഓഫ് H2SO4 0.5 നോർമലിന് തന്നിട്ടുണ്ട്. ഇക്വലൻ്റ് മാസ് ഓഫ് H2SO4 അറിയാം 49. അപ്പോൾ മാസ് പെർ ലിറ്ററാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി 49 നമ്മുടെ നോർമാലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0.5 × 49 24.5 gram എന്ന് കിട്ടും. ഇത് നമുക്ക് മാസ് പെർ ലിറ്ററാണ് കിട്ടിയത്. ഇനി നമുക്ക് എത്ര മാസിന് വേണ്ടിയാണെന്ന് നോക്കണം. നമ്മുടെ ലിറ്റർ 2 ആണ്. ഓക്കെ, മാസ് പെർ ലിറ്റർ അതായത് മാസ് ബൈ 2 = നമുക്ക് കിട്ടിയ ആൻസർ എത്ര? 24.5. അപ്പോൾ മാസ് എത്രയാ? 24.5 × 2 = 49. അപ്പോൾ നമ്മളൊരു 49 ഗ്രാമോളം എടുത്താൽ നമുക്ക് 2 liter H2SO4 സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നോർമാലിറ്റിയിൽ വളരെ എളുപ്പമുള്ള 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ മൊളാരിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മൊളാരിറ്റിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ വുഡ് യു പ്രിപ്പയർ 5 liters ഓഫ് 0.2 Na2SO3 5H2O സൊല്യൂഷൻ? Na2SO3 5H2O എന്ന് പറയുന്നത് സോഡിയം തയോസൾഫേറ്റ് ആണ്. അപ്പോൾ 5 liter സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ എങ്ങനെ 0.2 നോർമലുള്ള സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ 5 ലിറ്ററിലുള്ളത് പ്രിപ്പയർ ചെയ്യാനാണ് ഒന്നാമത്തെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ. ഇനി ബി പാർട്ടിലെന്ന് പറയുമ്പോൾ 100 ml ഓഫ് 0.1 molar ഫെറസ് അമോണിയം സൾഫേറ്റ്, അതിൻ്റെ സിമ്പിളാണ് ബ്രാക്കറ്റിൽ സൂചിപ്പിച്ചേക്കുന്നത് FeSO4 NH4 twice SO4 6H2O സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എ പാർട്ട് നോക്കാം. 5 liters ഓഫ് 0.2 molar Na2SO3 5H2O സൊല്യൂഷനുള്ളത്. അപ്പോൾ നമുക്കിവിടെ മോളാരിറ്റി തന്നിട്ടുണ്ട്, 0.2 molar എന്ന് തന്നിട്ടുണ്ട്. അത് ആദ്യം എടുത്തെഴുതണം. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് Na2SO3 5H2O ഇൻ 5 liter ഓഫ് 0.2 സൊല്യൂഷനിലുള്ളത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മളെ മൊളാരിറ്റി ഇൻറ്റു ലിറ്റർ അല്ലേ? അപ്പോൾ 0.2 × 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 molar എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് മാസ് പെർ ലിറ്റർ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. മാസ് പെർ ലിറ്റർ = 1 × 248 മോളാർ മാസാണ് കേട്ടോ. മോളാർ മാസ് ഓഫ് സോഡിയം തയോസൾഫേറ്റ് ആണ് 248 എന്ന് തന്നിരിക്കുന്നത്. നമ്മൾ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു? 1 mol ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പം മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി 1 × 248 നമുക്ക് മൊളാരിറ്റി 248 എന്ന് കിട്ടി. ഇനി അതിൽ ബി പാർട്ടാണ്. ബി പാർട്ടിൻ്റെ ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 100 ml ഓഫ് 0.1 molar ഫെറസ് അമോണിയം സൾഫേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനാണ്. അവിടെ നമുക്ക് മൊളാരിറ്റി 0.1 m ആണെന്ന് അറിയാം. ഇവിടുത്തെ മോളാർ മാസ് എന്ന് പറയുന്നത് 392 ആണ്. നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. മൊളാരിറ്റി നമുക്കറിയാം 0.1 = മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ 392. അപ്പോൾ മാസ് പെർ ലിറ്റർ എന്ന് പറയുന്നത് 0.1 × 392. അപ്പോൾ എത്ര കിട്ടും? 39.2. ഇവിടെ വെച്ച് നിർത്തരുത്. നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് 100 ml എത്ര മാസ്, 100 ml മാസാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ ആൻസർ ഡിവൈഡഡ് ബൈ 100, 39.2 ഡിവൈഡഡ് ബൈ 100 3.92 എന്ന ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ മൊളാരിറ്റിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണും. 2 പാർട്ടുണ്ട്. നമ്മളിത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ ഈ 2 ക്വസ്റ്റ്യനിൽ നമുക്ക് മൊളാരിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ്
4 gram ഓഫ് മോർ സാൾട്ട് പെർ 100 ml. എത്ര തന്നിട്ടുണ്ട്? 4 gram മോർ സാൾട്ട് 100 ml ഡിസോൾവ്ഡ് ആണ്. അങ്ങനെയുള്ളൊരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം മോർ സാൾട്ട് ഇൻ 100 ml. 100 ml മോർ സാൾട്ടിൻ്റെ മാസ് എന്ന് പറയുന്നത് 4 gram ആണ്. ഓക്കെ, അത് നമ്മൾ എടുത്ത് എഴുതി. ഇനി മാസ് ഓഫ് മോർ സാൾട്ട് പെർ 1000 ml. നമ്മൾ രണ്ടാമത് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1000 ml, അതായത് നമ്മുടെ 1 ലിറ്ററിൽ എത്രയാണെന്ന് അറിയണ്ടേ. അതിനുവേണ്ടി 4/100 × 1000 ചെയ്യാം. അപ്പോൾ നമുക്ക് 40 gram എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ നേരിട്ട് ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യാം. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമുക്ക് മാസ് പെർ ലിറ്റർ അറിയാം 40. മോളാർ മാസ് നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തു, 392 ആണ്. മോർ സാൾട്ട് തന്നെയാണ് കേട്ടോ ഈ ഫെറസ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 392.0120 മോളാർ എന്ന് നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ നോർമാലിറ്റി, മൊളാരിറ്റി എന്നിവയിൽ നിന്ന് ഈ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നോക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിച്ച് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നോക്കി വച്ചേക്കണം. നമ്മൾ നെക്സ്റ്റായിട്ട് വോളിയോമെട്രിക് കോറിലേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതും കുറച്ച് ഇക്വേഷൻസാണ്. ഈ ചാപ്റ്ററിൽ കുറേ ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കാനുണ്ട് നമുക്ക്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞ ടൈട്രേഷൻസൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വോളിയോമെട്രിക് കോറിലേഷൻസിൽ ആദ്യത്തേത് ഫോർ ആസിഡ് ബേസ് ടൈട്രേഷൻ നടക്കുന്ന സമയത്ത് വേണ്ട ഒരു ഇക്വേഷനാണ് വോളിയം ഓഫ് ആസിഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. നമ്മളെ കയ്യിലുള്ള ആസിഡിൻ്റെ വോളിയം ഇൻറ്റു ആ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ, അതിന് ഈക്വലാണ് വോളിയം ഓഫ് ബേസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബേസിൻ്റെ വോളിയം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബേസ് ഇൻറ്റു സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന ടേം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. നമ്മുടെ ആസിഡ് ബേസ് ടൈട്രേഷനിൽ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബേസ്. നമ്മൾ ആസിഡും ബേസും എടുത്താണല്ലോ ടൈട്രേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആസിഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബേസ് ചെയ്താൽ നമുക്ക് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ കിട്ടും. അപ്പോൾ നമുക്ക് ആ മെയിൻ ഇക്വേഷൻ ഒന്ന് നോക്കാം. വോളിയം ഓഫ് ആസിഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ബേസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബേസ് ഇൻറ്റു സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. ഇക്വേഷൻ പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്, പഠിച്ചു വെച്ചാൽ ഇത് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, എന്താണ് വോളിയം ഓഫ് ആസിഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ബേസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബേസ് ഇൻറ്റു സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഓരോ റിയാക്ഷനിലും ഡിഫറൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആസിഡ് ബേസ് റിയാക്ഷനിലെ സ്റ്റോഷിയോമെട്രിക് വാല്യൂ ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബേസ്. തിരിഞ്ഞു പോകരുത്. ഇനി റിഡോക്സ് റിയാക്ഷൻ വരുമ്പോൾ അവിടെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ മാറും. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് റേഷ്യോയ്ക്ക് ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ടെന്ന് ആരും കരുതിയിരിക്കരുത്. അപ്പോൾ ആസിഡ് ബേസ് ടൈട്രേഷനിലെ ഇക്വേഷൻ മനസ്സിലായല്ലോ. എളുപ്പമാണ്. വോളിയം ഓഫ് ആസിഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്, അതിന് ഈക്വലാണ് വോളിയം ഓഫ് ബേസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബേസ് ഇൻറ്റു സ്റ്റോഷിയോമെട്രിക് റേഷ്യോ അറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബേസ്. ഇനി നമുക്ക് റിഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷൻ നോക്കാം. ടൈട്രേഷനിൽ റിഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷൻ ഏതാ? വോളിയം ഓഫ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻറ്റു സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. നമ്മൾ നേരത്തെ ആസിഡ് ബേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ള അതേ ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ റിഡോക്സ് റിയാക്ഷൻ ആയതുകൊണ്ട് ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും വരും. അപ്പോൾ ആദ്യം ഓക്സിഡൈസിങ് ഏജൻറ്റും രണ്ടാമത് റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ കൂടെയാണ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഇൻറ്റു ചെയ്യാനുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ വോളിയവും അതിൻ്റെ കോൺസെൻട്രേഷനും കൂടി ഇൻറ്റു ചെയ്യുന്നതിന് ഈക്വലാണ് റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ വോളിയവും അതിൻ്റെ കോൺസെൻട്രേഷനും അതിൻ്റെ കൂടെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
ഇവിടെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോയുടെ ഇക്വേഷനാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ഇത് വെച്ചും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ക്വസ്റ്റ്യനിലോട്ട് പോവാം. 20 ml of NaOH requires 90.5 ml of 0.01 molar HCl. Calculate the molarity of NaOH. മൊളാരിറ്റി ഓഫ് NaOH കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ? 20 milliliter ഓഫ് NaOHന് റിക്വയേഴ്സ് 90 ml ഓഫ് 0.0 മോളാർ HCl. ഇവിടെ NaOH തന്നിട്ടുണ്ട്, HCl തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് ആദ്യം ഒരു ഇക്വേഷനായിട്ട് എഴുതാൻ നോക്കണം. NaOH ഉണ്ട്, HCl ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ വരും? NaOH പ്ലസ് HCl ഗീവ്സ് NaCl പ്ലസ് H2O. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു ഇക്വേഷനാണല്ലേ. നമുക്ക് ഈ ഇക്വേഷനിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. NaOHൽ 1 മോളേ ഉള്ളു, HClലും 1 മോളേ ഉള്ളു. അപ്പോൾ ഇവിടുത്തെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന? നമ്പർ ഓഫ് HCl ഡിവൈഡഡ് ബൈ ആസിഡ്, ഇവിടെ HCl അല്ലേ, നമ്പർ ഓഫ് HCl ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഇൻ NaOH ആണ് ബേസ്. രണ്ടും 1 ആണ്. അപ്പോൾ ആൻസർ 1 വരും. ഇനി നമ്മുടെ വോളിയോമെട്രിക് കോറിലേഷൻ എടുക്കുക. എന്താ? വോളിയം ഓഫ് ആസിഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഇവിടുത്തെ ആസിഡ് ഏതാ? HCl. അപ്പോൾ വോളിയം ഓഫ് HCl ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HCl ഈസ് ഈക്വൽ ടു ഏതിന് ഈക്വലാ? വോളിയം ഓഫ് ബേസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബേസ്. ഇവിടുത്തെ ബേസ് NaOH ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ ആ NaOH ഇട്ട് കൊടുക്കും. ഇൻറ്റു സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. സ്റ്റോഷിയോമെട്രിക് റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 1 ആണെന്ന്. അപ്പോൾ നമ്മുടെ HClൻ്റെ വോളിയം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാ? 90.5 ml അല്ലേ. അപ്പോൾ വോളിയം ഓഫ് HCl എത്ര വരും? 90.5 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HClO 0.01 മോളാർ. ഇതൊക്കെ നമ്മളെ ക്വസ്റ്റ്യനിലുള്ളതാണ്. നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി NaOHൻ്റെ വോളിയം എത്രയാണ്? 20 ml. കോൺസെൻട്രേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ സൈഡിലോട്ട് എല്ലാം എടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് NaOH കണ്ടുപിടിക്കാൻ കോൺസെൻട്രേഷൻ ഓഫ് NaOHന് അപ്പുറത്തും കൊണ്ടുപോകണം, അപ്പുറത്ത് കിടക്കുന്ന 90.5 ഇൻറ്റു 0.01 ഇപ്പുറത്തും കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് NaOH ഇസ് ഈക്വൽ ടു 90.5 ഇൻറ്റു 0.01 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ 0.00975 മോളാർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വെറുതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ കണക്കുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിൽ പതിഞ്ഞിരിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈട്രേഷൻസിനെ പറ്റി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.